കൂട്ടുകാരെ, കുറുക്കന്റെ കഥ കേൾക്കാം. വളരെ കൗശലക്കാരനാണ് താൻ എന്നാണ് പുള്ളിയുടെ വിചാരം. കുറുക്കനും കടുവയും കൂടി കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. വല്ലാത്ത വിശപ്പ് അല്ലേടാ. വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ച് അവശരായാണ് ഇരുവരുടെയും നടത്തം. എങ്ങോട്ട് പോകുന്നു നമ്മള്? ഒന്നുമില്ല തിന്നാൻ. അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കുന്നിൻ മുകളിൽ നിന്നും പുല്ലുകൾ തിന്നുന്ന ഒരു കഴുതക്കൂട്ടത്തെ അവർ കണ്ടു. അത് കണ്ട അയ്യോ, അത് നോക്കി പെട്ടെന്ന് കുട്ടൻ കടുവയ്ക്ക് ഒരു ബുദ്ധി തോന്നി. എടാ കിട്ടു, നമുക്ക് ഈ നിൽക്കുന്ന കഴുതക്കൂട്ടത്തെ ഇന്നത്തെ ഭക്ഷണമാക്കിയാലോ? ഏതായാലും വിശക്കുന്നു. എന്താ നിന്റെ അഭിപ്രായം? പെട്ടെന്നാണ് കിട്ടുകുറുക്കന് ഒരു കാര്യം ഓർമ്മ വന്നത്. അവൻ പറഞ്ഞു, ദേ, ഈ നിൽക്കുന്ന കഴുതകളിൽ അച്ഛൻ കഴുതയെ എനിക്ക് നേരത്തെ അറിയാം. അവൻ പണ്ട് എന്നെ ഒരു ആപത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നമുക്ക് എല്ലാ കഴുതകളെയും സൂത്രത്തിൽ താഴെ ഇറക്കി കൊന്നു തിന്നാം. അവർ പക്ഷേ നിന്നെ കണ്ടാൽ ശരിയാകില്ല. അതുകൊണ്ട് നീ ആ കാണുന്ന പാറയുടെ മറവിൽ പോയി ഒളിച്ചിരുന്നു. ഞാൻ സൂത്രത്തിൽ അവരെ താഴെ ഇറക്കാം. അവർ താഴെ ഇറങ്ങി വരുമ്പോൾ നീ ചാടി പിടിച്ചോളണം, കേട്ടോ? ഹായ് കഴുതക്കുട്ട, എന്നെ ഓർമ്മയുണ്ടോ? ഈ ശബ്ദം കേട്ട് എല്ലാ കഴുതകളും കിട്ടുകുറുക്കനെ നോക്കി. അച്ഛൻ കഴുതയ്ക്ക് കിട്ടുകുറുക്കനെ കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നു. ഹായ്, ഇത് ആര്? കിട്ടുകുറുക്കനോ? സുഖം തന്നെ അല്ലേ കിട്ടു? എന്തിനാ കഴുതച്ചാരെ ആ കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുന്നത്? അവിടെ തിന്നാൻ പുല്ല് കുറവല്ലേ? കിട്ടുകുറുക്കൻ ചോദിച്ചു. ദേ, ഇവിടെ നോക്ക്, ഇവിടെ ഇഷ്ടം പോലെ പുല്ലുണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വാ, നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കാം. അച്ഛൻ കഴുതയ്ക്ക് കിട്ടു പറയുന്നതിൽ വിശ്വാസം തോന്നി. അവൻ കുട്ടികളോട് പറഞ്ഞു, ആ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരനാ, കിട്ടു. പണ്ട് ഞാൻ അവനെ ഒരു ആപത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അവൻ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് പുല്ലുണ്ട്. കഴുതക്കുട്ടികൾ അച്ഛൻ പറയുന്നത് കേട്ടു. കിട്ടുകുറുക്കനെ വിശ്വസിച്ച് കഴുത തൻ്റെ കുട്ടികളെയും കൊണ്ട് മലയുടെ താഴേക്ക് ഇറങ്ങി. ആ വരവ് കണ്ട് കുട്ടൻ കടുവയുടെയും കിട്ടുകുറുക്കന്റെയും വായിൽ വെള്ളം ഊറി. ഇറങ്ങി വരട്ടെങ്ങ്. പക്ഷേ ആ കഴുതക്കൂട്ടത്തിൽ ഒരു കുഞ്ഞു കഴുതക്കുട്ടി ഉണ്ടായിരുന്നു. അവൻ വളരെ ബുദ്ധിശാലിയായിരുന്നു. അവൻ പെട്ടെന്ന് നോക്കിയപ്പോൾ പാറയുടെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന കുട്ടൻ കടുവയുടെ വാല് കണ്ടു. ഇടയ്ക്കിടെയുള്ള
കിട്ടക്കുറുക്കന്റെ കള്ള നോട്ടം കൂടി കണ്ടപ്പോൾ കഴുതക്കുട്ടന് കാര്യം മനസ്സിലായി. അവൻ തന്റെ അച്ഛനോടും സഹോദരങ്ങളോടും കാര്യം പറഞ്ഞു. അപ്പോഴാണ് തങ്ങളെ ചതിക്കാനാണ് കുറുക്കന്റെ പദ്ധതി എന്നവർക്ക് മനസ്സിലായത്. ദേഷ്യം വന്ന അച്ഛൻ കഴുത കിട്ടക്കുറുക്കനോട് പറഞ്ഞു, എന്നാലും നീ എന്നോടത് ചെയ്തല്ലോ കിട്ടു. നിന്നെ ഞാൻ ഒരാപത്തിൽ നിന്നും രക്ഷിച്ചവനല്ലേ, എന്നിട്ട് നീ എന്നെ ചതിക്കാൻ നോക്കി. നിന്റെ ആ വേല കയ്യിലിരിക്കട്ടെ. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ തൻ്റെ സുഹൃത്ത് തന്നെ ചതിച്ച സങ്കടത്തോടെയും അച്ഛൻ കഴുത അവൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് മലയുടെ മുകളിൽ തിരിച്ചു കയറി. ശ്ശോ, അത് പോയല്ലോ. ഉം. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും എന്ത് ഗുണപാഠമാണ് കൂട്ടുകാർക്ക് കിട്ടിയത്? അതെ കൂട്ടുകാരെ, നമ്മൾ ഒരിക്കലും കള്ളം പറയാനോ മറ്റുള്ളവരെ ചതിക്കാനോ പാടില്ല. തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കള്ളം പറഞ്ഞ കുറുക്കൻ ഒടുവിൽ ചതിക്കപ്പെട്ടത് കണ്ടില്ലേ? പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നല്ലേ കൂട്ടുകാരെ? അടുത്തത് ഒരാനക്കഥയായാലോ? കുറേ കാലം മുമ്പ് കാട്ടിൽ ഒരു കൊഴുത്തുരുണ്ട ആനയുണ്ടായിരുന്നു. അവൻ നല്ല ആരോഗ്യവും ബലവുമുള്ളവനായിരുന്നു. മുയലും കൂട്ടുകാരുമാണല്ലോ അവിടെ കളിക്കുന്നത്. കളിക്കാൻ അവരുടെ കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കാം. കൂട്ടുകാരൻ ഞാനും നിങ്ങളുടെ കൂടെ കളിച്ചോട്ടെ? അത് കൊള്ളാം. എന്താ ഞങ്ങളുടെ കൂടെ കളി?